ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പുതിയൊരു സബ്ജക്റ്റ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന പുതിയൊരു സബ്ജക്റ്റാണ് പഠിക്കുന്നത്. നമുക്ക് 7 ചാപ്റ്റേഴ്സ് ആണ് ഇതിലുള്ളത്. ഓഡിറ്റിങ്ങിലെ 7 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ടേം വളരെ ഫെമിലിയർ ആയിട്ട് തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു സ്ഥാപനത്തിന്റെ കണക്കുകൾ ഓഡിറ്റ് നടത്തി അത് തെറ്റുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. സാധാരണ ഗവൺമെന്റ് കമ്പനീസ് ആണ് ഓഡിറ്റിംഗ് നടത്തണമെന്ന് നിർബന്ധമുള്ളത്. പ്രൈവറ്റ് ഫേംസ് ഓഡിറ്റിംഗ് നടത്തണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്നാൽ ഓഡിറ്റിംഗ് നടത്തുന്നു ചില സ്ഥാപനങ്ങൾ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കണക്കുകളൊക്കെ കറക്റ്റ് ആണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനും, ഇപ്പൊ പാർട്ട്ണർഷിപ്പ് ഒക്കെ ആണെങ്കിൽ തന്നെയും നിലവിലെല്ലാ പാർട്ട്ണർ സ്ഥാപനത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ അവര് വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുമ്പോൾ സ്ഥാപനമൊക്കെ കറക്റ്റൊക്കെ കണക്കൊക്കെ ശരിയാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതിനൊക്കെ ഓഡിറ്റിംഗ് നല്ലതാണ്. ഒരു ഓഡിറ്റ് ചെയ്തിട്ടുള്ള റിപ്പോർട്ട് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിൽ തെറ്റുകളൊന്നും ഇല്ല എന്നത് സർട്ടിഫൈ ചെയ്യലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓഡിറ്റിംഗ് നടത്തുന്ന ആളെ നമ്മൾ ഓഡിറ്റർ എന്ന് പറയുന്നു. സാധാരണ ഒരു കമ്പനിയുടെ ഓഡിറ്റർ നമുക്കൊരു ഓഡിറ്ററുടെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഉള്ള പ്രാക്ടീസിങ് ആയിട്ടുള്ള CA പാസ്സായിട്ടുള്ള ഒരാളെയാണ് പ്രൊഫഷണൽ ഓഡിറ്റർ എന്ന് പറയുന്നത്. ഈ പ്രൊഫഷണൽ ഓഡിറ്റർക്ക് മാത്രമേ ഒരു ഗവൺമെന്റ് കമ്പനിയുടെ ഓഡിറ്റിംഗ് നടത്താൻ പറ്റുള്ളൂ. സാധാരണ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ പണികളൊക്കെ ചെയ്യുന്ന ആൾക്കാര് സാധാരണ പാർട്ട്ണർഷിപ്പ് ഫേമിനോ പബ്ലിക് അണ്ടർടേക്കിങ്ങിനോ അല്ലാത്തവർക്ക് ഇവരെ വെച്ചൊക്കെ CA ഇന്റർ കഴിഞ്ഞ ആൾക്കാര്, അല്ലെങ്കിൽ ഈ CAയുടെ ഇപ്പൊ ഡിഗ്രിക്ക് നിങ്ങൾ BCom ഒക്കെ കഴിഞ്ഞ കുറെ പേര് ഒരു ഓഡിറ്ററുടെ കീഴിൽ പ്രാക്ടീസിങ്ങിനൊക്കെ പോവാറുണ്ട്. അവരൊരു ഹെൽപ്പിംഗ് മാത്രമേ സാധിക്കുള്ളൂ. ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ ഓഡിറ്റിംഗ് നടത്തണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഓഡിറ്റർ തന്നെ ആയിരിക്കണം. അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഉള്ള പ്രാക്ടീസിങ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസിനൊക്കെ വെച്ച് വേണമെങ്കിൽ പ്രവർത്തനങ്ങൾ ചെറുതായിട്ടൊക്കെ സഹായത്തിന് നിർത്താം. പക്ഷെ ഫൈനൽ അതോറിറ്റി അല്ലെങ്കിൽ ഫൈനൽ ലയബിലിറ്റി ഈ മെയിൻ പ്രൊഫഷണൽ ഓഡിറ്ററിൽ വെസ്റ്റഡ് ആണ്. അപ്പോൾ നമ്മളായാലും ഒരു തെറ്റ് ചെയ്താൽ അത് കണ്ടുപിടിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും. അതുപോലെ സ്ഥാപനത്തിന്റെ ഓഡിറ്റിംഗ് നടത്തും. ഇപ്പൊ നമ്മുടെ കോളേജ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പ്രോഫിറ്റ് കൺസേൺസ് എല്ലാതും ഓഡിറ്റിംഗ് നടത്തി ക്ലിയർ ആവണം. അങ്ങനെ ഓഡിറ്റിംഗ് നടത്തിയാൽ മാത്രമേ അവിടെ തെറ്റുകളില്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആർക്കും എന്ത് വേണമെങ്കിൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരില്ലേ. അപ്പോൾ ഓഡിറ്റിംഗ് നടത്തുന്നത് തെറ്റുകൾ വരുത്താതിരിക്കുന്നതിനും തെറ്റുകൾ വരുത്താനുള്ള ടെൻഡൻസി കുറയുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു വാച്ച് ഡോഗ് ആണ് ഓഡിറ്റർ. ഓഡിറ്ററിനെ ഒരു വാച്ച് ഡോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ തെറ്റുകളുണ്ടോ, കണക്കുകളിൽ തെറ്റുകളുണ്ടോ എന്ന് നോക്കുന്നതിനുള്ള ഒരു പ്രവർത്തനത്തിനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. അത് നടത്തുന്ന ആളെ ഓഡിറ്റർ എന്ന് പറയുന്നു. ഓഡിറ്റിംഗ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അവർക്ക് വേണമെങ്കിൽ CA ഇന്റർ കഴിഞ്ഞിട്ടുള്ള ആളോ പ്രാക്ടീസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ പ്രാക്ടീസ് ഉള്ള ഒരാളെ കൊണ്ടോ ചെയ്യിപ്പിക്കാം. എന്നാൽ പബ്ലിക് ഫേമിന് ഓഡിറ്റിംഗ് നടത്തണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ മെമ്പർഷിപ്പ് ഉള്ള പ്രൊഫഷണൽ ഓഡിറ്റർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് CA പാസ്സായിട്ടുള്ള ഒരു ഓഡിറ്റർക്ക് വെച്ച് ഒരു പേഴ്സണ് മാത്രമേ നടത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മീനിങ്ങിലേക്ക് കടക്കാം. ഓഡിറ്റിംഗ് ഈസ് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് അതർ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ടു വെരിഫൈ ദെയർ ആക്യുറസി ആൻഡ് കറക്റ്റ്നെസ്. ഒരു സ്ഥാപനത്തിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സും മറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും ഒക്കെ കറക്റ്റ് ആണ് എന്ന് ഉറപ്പുവരുത്തുന്ന ഡീറ്റെയിൽഡ് എക്സാമിനേഷനെയാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ ബൈ എ ക്വാളിഫൈഡ് ഓഡിറ്റർ. ഇറ്റ് ഈസ് ഡൺ ബൈ എ ക്വാളിഫൈഡ് ഓഡിറ്റർ. The person conducting the audit has to make the report as to the truth and fairness of such accounting information. ഇങ്ങനെ ഓഡിറ്റിംഗ് നടത്തുന്ന ഓഡിറ്റർ സ്ഥാപനത്തിന്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ഇതിന്റെ ഡെഫിനിഷൻ.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ട് പഠിക്കുന്നത് പോലെ ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ട, ഒരു റൈം പഠിക്കുന്നത് പോലെ ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ട ഒരു ഡെഫിനേഷനാണ്. ഓഡിറ്റിങ്ങിന്റെ ടെക്സ്റ്റ് ബുക്കിൽ എപ്പോഴും കാണുന്ന ഒരു സെന്റൻസ് ആണ് വെദർ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഗിവ് എ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കൺസേൺ എന്ന് പറയുന്നത്. Okay, according to Spicer and Pegler, auditing is an examination of the books, accounts and vouchers of a business as will enable the auditor to satisfy himself that the balance sheet is properly drawn up, as to give a true and fair view of the state of affairs of the business, and whether the profit and loss account give a true and fair view of the profit and loss or financial period according to the best of his information and the explanation given to him as shown by the books, and if not, with what respect he is to be satisfied. ഒരു സ്ഥാപനത്തിലെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ആ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ കറക്റ്റ് പൊസിഷനാണ് എന്ന് മനസ്സിലാക്കലാണ്. അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഹിസ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഗിവൺ ടു ഹിം ആൻഡ് ഷോൺ ബൈ ദ ബുക്സ്, ഇഫ് നോട്ട് എന്തുകൊണ്ട് അത് ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് വ്യക്തമായി ഇൻഫർമേഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോ ഒരു സ്ഥാപനത്തിന്റെ കണക്കുകൾ അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കുക? വൗച്ചറുകളുടെയും ബില്ലുകളുടെയും ട്രാൻസാക്ഷൻസിന്റെ ഒക്കെ ബേസിലാണ് ഇത് കറക്റ്റ് ആണോ നോക്കുക. തെറ്റുകൾ വരുത്താൻ പറ്റും, തെറ്റുകൾ വരുത്താൻ വൗച്ചറുകൾ തിരുത്താൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ എയിം എന്താണ്, മീനിങ് എന്താണ്, ഡെഫിനേഷൻ എന്നതാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, താങ്ക് യു.